ഇന്നലെ മുതൽ ഏറ്റവും അധികം ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് നടൻ കൃഷ്ണകുമാറിൻ്റെ മകൾ ദിയ കൃഷ്ണയുമായി ബന്ധപ്പെട്ട വിവാദം തന്നെയാണ്. കൃഷ്ണകുമാറിനെതിരെയും മകൾക്കെതിരെയും 3 പെൺകുട്ടികൾ കൊടുത്ത കേസിൻ്റെ അടിസ്ഥാനത്തിൽ മ്യൂസിയം പോലീസ് ഉടൻ തന്നെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്യുമെന്ന വാർത്തയായിരുന്നു ഇന്നലെ കണ്ടത്. എന്നാൽ വാദിപ്രതിയായ ഒരു സാഹചര്യമാണ് നിലവിൽ സംഭവിച്ചിരിക്കുന്നതെന്നാണ് കൃഷ്ണകുമാറും കുടുംബവും ഇതിനോടകം തന്നെ വ്യക്തമാക്കുന്നത്. ഇതിനിടയിലാണ് വളരെ വ്യക്തമായി ചില വീഡിയോ ദൃശ്യങ്ങൾ അവരുടെ യൂട്യൂബ് ചാനലിലൂടെ ഇതിനോടകം തന്നെ പുറത്തുവിട്ടത്. മലയാളി സമൂഹത്തെ എത്രത്തോളം അതിവിദഗ്ധമായി അവർ പറ്റിച്ചു എന്നുള്ളതാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്നും തൊട്ടു പിന്നാലെ സോഷ്യൽ മീഡിയയിൽ പലരും കുറിക്കുന്നുണ്ട്. എന്തായിരുന്നാലും ഇപ്പോൾ കൃഷ്ണകുമാറിനെതിരെയായിട്ടുള്ള പരാതികളെ SHOയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം അന്വേഷിക്കുമെന്നൊരു വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ആദ്യം കടയിലെ കണക്കുകളിലുള്ള ഓഡിറ്റിംഗ് നടത്തി സർക്കാർ സ്ഥാപനമോ പോലീസിൻ്റെ നേതൃത്വത്തിലുള്ള സ്വകാര്യ സ്ഥാപനമോ ഇങ്ങനെ ഒരു ഓഡിറ്റിംഗ് പൂർത്തീകരിക്കുമെന്നും കടയിൽ സാമ്പത്തിക തിരിമറി നടന്നിട്ടുണ്ടെന്നാണ് പോലീസിൻ്റെ പ്രാഥമിക വിലയിരുത്തലെന്നും ഇതോടൊപ്പം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഇതിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നും കുറ്റപ്പെടുത്തുന്നത് നടൻ കൃഷ്ണകുമാറിനെ തന്നെയാണ്. കാരണം ഇങ്ങനൊരു ക്രമക്കേട് ഉണ്ടായപ്പോൾ പോലീസിനെ അറിയിക്കാതെ ജീവനക്കാരുമായി വിലപേശിയ സംഭവത്തിൽ വീഴ്ച സംഭവിച്ചുവെന്നാണ് പോലീസ് പറയുന്നത്. എന്തുകൊണ്ട് പോലീസിനെ അറിയിച്ചില്ലെന്നും പോലീസ് തന്നെ ചോദിക്കുന്നു. എന്നാൽ കൃഷ്ണകുമാർ തന്നെ മലയാളി വാർത്തയ്ക്ക് നൽകിയ അഭിമുഖത്തിലൂടെ വ്യക്തമായി പറയുന്നു, പോലീസിൻ്റെ ഭാഗത്തു നിന്നുമുണ്ടായ അനാസ്ഥയും കെടുകാര്യസ്ഥയും. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, എല്ലാവരെയും കുറ്റപ്പെടുത്തുന്നില്ല, പകരം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തുണ്ടായ നീക്കത്തെക്കുറിച്ച് കൃഷ്ണകുമാർ തന്നെ ഇന്നലെ പല മാധ്യമങ്ങൾക്ക് മുന്നിലും അഭിമുഖം നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉന്നതർ ആരോ ഇതിന് പിന്നിൽ കളിക്കുന്നുണ്ടെന്നുള്ള ആരോപണമടക്കം കൃഷ്ണകുമാറിൻ്റെ ഭാഗത്തു നിന്നും പുറത്തു വരുന്നുണ്ട്. എന്തായിരുന്നാലും പോലീസ് ഇപ്പോൾ കടയിലെ CCTV ദൃശ്യങ്ങളടക്കം ശേഖരിച്ചു കഴിഞ്ഞു. ദിയുടെ നന്തങ്കോടുള്ള OC എന്ന സ്ഥാപനത്തിലെ വനിതാ ജീവനക്കാരുടെ പരാതിയിലാണ് കൃഷ്ണകുമാറിനും മകൾ ദിയ കൃഷ്ണയ്ക്കുമെതിരെ മ്യൂസിയം പോലീസ് ഇപ്പോൾ കേസെടുത്തത്. സാമ്പത്തിക തട്ടിപ്പ് പ്രശ്നം പരിഹരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ജീവനക്കാരെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി പണം കവർന്നുവെന്നാണ് പരാതിയുള്ളത്. ഇവർക്കെതിരെ 2 കേസുകൾ മ്യൂസിയം പോലീസ് എടുത്തിട്ടുണ്ട്. ജീവനക്കാർ 69 ലക്ഷം രൂപ തട്ടിയെടുത്തെന്ന് ചൂണ്ടിക്കാട്ടി നേരത്തെ കൃഷ്ണകുമാർ തന്നെ പരാതി കൊടുത്തു. ആ പരാതിയിൽ ജീവനക്കാർക്കെതിരെ പോലീസ് കേസെടുത്തു. പക്ഷേ മുന്നോട്ട് ഒരു അന്വേഷണവും കൊണ്ടുപോയിട്ടില്ല എന്നാണ് ആരോപണം. ഇതിന് പുറകെയാണ് കൃഷ്ണകുമാറിനും മകൾക്കുമെതിരെ ജീവനക്കാർ മറ്റൊരു കൗണ്ടർ പെറ്റീഷൻ കൂടി നൽകിയത്. എന്നാൽ ഈ പരാതി വ്യാജമാണെന്ന് വ്യക്തമാക്കുകയാണ് കൃഷ്ണകുമാർ. ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരം ഇപ്പോൾ കൃഷ്ണകുമാർ തന്നെ പങ്കുവയ്ക്കുന്നു. ജീവിതത്തിൽ ഇത്രയും വർഷം നമ്മൾ ഒരു പോലീസുകാരൻ്റെ ഇത്രയും മോശമായൊരു പെരുമാറ്റം ഉണ്ടായിട്ടില്ല. ചിലപ്പോൾ നല്ല വ്യക്തിയായിരിക്കും, എനിക്കറിയില്ല, എന്നോടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടായിരിക്കാം. ഞാൻ താഴെ പോയി മൊഴി കൊടുത്തു, ഞങ്ങൾ പോയി. ഇത് കഴിഞ്ഞ് ഞങ്ങളുടെ എല്ലാ സ്ഥാപനങ്ങളിലും, മോളുടെ സ്ഥാപനം, എൻ്റെ സ്ഥാപനം, എല്ലായിടത്തും പോലീസ് വരുന്നുണ്ട്. അത് അവരുടെ ന്യായമായ സംഭവങ്ങൾ ഇവിടെ വന്ന് എവിടെയാണ് സംഭവിച്ചത് എല്ലാ വീഡിയോ റെക്കോർഡിങ് ചോദിച്ചു, എല്ലാം കൊടുത്തു. അപ്പുറത്തെ വീടുകൾ, ഇവിടെ CCTV ഇല്ലാത്തതുകൊണ്ട് അടുത്ത വീടുകളിൽ നിന്ന് അവർ കളക്ട് ചെയ്തു. മോളുടെ ഫ്ലാറ്റ്, ഓഫീസ്, എല്ലാ സംഭവവും പോലീസിന് കൊടുത്തു. നമ്മുടെ ഭാഗത്തുനിന്ന് നമുക്ക് കൊടുക്കാവുന്ന തെളിവുകൾ മുഴുവൻ. ഇത് കഴിഞ്ഞ്, അതായത് അവർ കൗണ്ടർ കേസ് കൊടുത്തിരിക്കും. പക്ഷെ ഇന്ന് രാവിലെ ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ എൻ്റെ അടുത്ത് പലരും വിളിച്ചു, കൃഷ്ണകുമാറെ നിങ്ങൾക്കെതിരെ വലിയൊരു സംഭവം വന്നിട്ടുണ്ട്, ഏതോ ചാനലിൽ ബ്രേക്കിംഗ് വരുന്നു, എന്താണ് നിങ്ങളെ തട്ടിക്കൊണ്ടുപോയൊരു കേസ് എന്താണ്. അത് കഴിഞ്ഞതും പെട്ടെന്ന് കുറേ ഫോൺ കോൾ വരാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എന്തോ കുഴപ്പമുണ്ടല്ലോ, അല്ലെങ്കിൽ FIR ഇട്ട നമുക്ക് SMS കാരണം വന്നിട്ടില്ല. അപ്പോഴാണ് പലരും പറഞ്ഞു കൃഷ്ണകുമാറത് അപകടമുണ്ട്, കാരണം ശനിയാഴ്ച നിങ്ങൾക്കെതിരെ അറസ്റ്റ് വാറണ്ട് ജാമ്യമില്ലാത്ത ഇട്ടിരിക്കുന്നതാണെങ്കിൽ അകത്ത് ആകാനാണ്. ഞാൻ പക്ഷെ അകത്താകാനാകത്താവും, നമുക്ക് പ്രശ്നമൊന്നുമില്ല, മാറി നിൽക്കാനൊന്നും താല്പര്യമില്ല, ഇവിടെ തന്നെ കാണും. അപ്പോൾ എല്ലാവരും വരാൻ തുടങ്ങി. ഞാൻ പിന്നെ വരും, എല്ലാവരും വന്നു. ഇതേപോലെ ഇതേ കാര്യം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ പലരും പറഞ്ഞു അങ്ങനെയല്ല, ഇത് പരാതി കൊടുക്കണ്ട. അപ്പോൾ അന്ന് ഈ പരാതി കൊടുത്ത കൂട്ടത്തിൽ തന്നെ ഇത് നമ്മൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലോട്ട് മെയിൽ അയച്ചു. പക്ഷെ ഇന്ന് അതിശക്തമായൊരു പരാതി തന്നെ അവിടെ കൊടുക്കുകയും അവിടെ നിന്ന് ഏറ്റവും ഉചിതമായ, ന്യായമായ, നമുക്ക് വളരെയധികം ഒരു ഉറപ്പ് കിട്ടുന്ന വാക്കാണ് പറഞ്ഞത്. കാരണം ഈ കേസ് കൃത്യമായി അന്വേഷിക്കും. ഞാനും പറയുന്നത് വെച്ചാൽ എനിക്ക് അനുകൂലമായിട്ട് വേണം, ഒന്നും ആരോടും പറയുന്നു പോലുമില്ല. ഇതിലെന്താണ് നടന്നത് നിഷ്പക്ഷമായ അന്വേഷണം നടത്തി ആര് തെറ്റ് ചെയ്തു അവരെ ശിക്ഷിക്കുക. പണം പോയിട്ടുണ്ടെങ്കിൽ പണം പിടിച്ചു. ഇനി ഒരു ഒത്തുതീർപ്പിനോ ഒരു കളിതമാശയ്ക്കോ ഒന്നിനും നമ്മളില്ല. കാരണം നമ്മളെ അറസ്റ്റ് ചെയ്ത് അകത്താക്കാനുള്ള നീക്കം അവർ നടത്തിയിട്ടുണ്ടെങ്കിൽ, തെറ്റ് ചെയ്തവൻ കൗണ്ടർ കേസിൽ വെച്ചിട്ട് ആണെങ്കിൽ നമ്മൾ ഏതറ്റം വരെ നമ്മൾ ഒറ്റ കാര്യം ചോദിക്കട്ടെ, ജാതീയപരമായിട്ട് ആക്ഷേപിച്ചെങ്കിൽ ഈ കുട്ടികളെ എടുക്കുമ്പോൾ ഏത് ജാതി ഏത് മതം അറിഞ്ഞിട്ടല്ലേ എടുക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇഷ്ടക്കുറവുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത് നോക്കി അങ്ങ് എടുത്താൽ പോലും വളരെ ഈസിയല്ലേ. ഇന്നതൊക്കെ വളരെ എല്ലാവരുടെയും മതവും ജാതി അറിയാൻ. പിന്നെ OCയുടെ ഒരു ഇൻഫ്ലുവൻസറാണ്, ചിലപ്പോൾ നിങ്ങൾ വീഡിയോസ് കണ്ടിട്ടുണ്ട്. OCയുടെ എല്ലാ പരിപാടികളും ഈ കുട്ടികളല്ലേ കൂടെ നിൽക്കുന്നത്. ഈ കുട്ടി ഒന്ന് ഇവർ OC ഇപ്പോൾ
ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരും പല ജാതികളിൽ നിന്ന് കല്യാണം കഴിച്ചത്. ഞാനും ഭാര്യയും 2 ജാതിയാണ്, എൻ്റെ മോളും മരുമോനും വേറെ ജാതിയാണ്. അതുകൊണ്ട് അവരുടെ ചടങ്ങ് പ്രകാരം എന്തൊരു പൂജ നടത്തുന്ന സംഭവമുണ്ട്. ഈ കുട്ടികളെ ഒന്ന് നടത്തുന്നത്, അതിലൊരു കുട്ടി കല്യാണം കഴിച്ചതാണ്, കല്യാണം കഴിച്ചവരെ നടത്തുന്നത്. അങ്ങനെ അകറ്റി നിർത്തുന്നതാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചു. ഒരുമിച്ചിരുന്ന ഭക്ഷണം എല്ലാം സോഷ്യൽ മീഡിയ കിടക്കില്ലേ. അവിടെ ആരോപണം ഉന്നയിക്കുന്നതിൽ യാതൊരു കുഴപ്പമില്ല. കാരണം സ്വാതന്ത്ര്യമുള്ള നാടാണ്. നമുക്ക് ഫ്രീഡം ഓഫ് സ്പീച്ച് എന്നൊരു സംഭവമുണ്ട് നമ്മുടെ നാട്ടിൽ. ആർക്കും എന്തും പറയാം. പക്ഷേ ഈ കുഴപ്പമില്ല പറയൂ. ഇപ്പോൾ ഒരു ആരോപണം, അടുത്ത എന്താണ് പറഞ്ഞത്? നികുതി തട്ടിപ്പാണെങ്കിൽ തന്നെ ഞാൻ കാര്യം ചെയ്യട്ടെ. ആദ്യം പറഞ്ഞത് ഇവർ കുട്ടികൾ അവരുടെ ഇതിൽ വാങ്ങിച്ചു എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഒരു കാര്യം ഉറപ്പായി, നിങ്ങൾക്ക് അവർ വാങ്ങിച്ചു, ഉറപ്പായല്ലോ. ആണ് ഈ പൈസ എങ്ങനെ ഓസിക്ക് തിരിച്ചു കൊടുക്കാം? ഒന്നുകിൽ ക്യാഷായിട്ട് എവിടെയെങ്കിലും ATM പോയി വിഡ്രോ ചെയ്യണം, അല്ലെങ്കിൽ അക്കൗണ്ടായിട്ട് GPayയിൽ അയച്ചു കൊടുക്കുക. അപ്പോൾ ടാക്സ് പൊട്ടിക്കാനാണെങ്കിൽ അക്കൗണ്ടിൽ അയക്കില്ല, എന്ത് ചെയ്യും? വിഡ്രോ ചെയ്യും. വിഡ്രോ ചെയ്യണമെങ്കിൽ ATM വിഡ്രോ ചെയ്യണമല്ലോ, വിഡ്രോയൽ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് വരണമല്ലോ. അങ്ങനെ എവറി ഡേ ഈ കുട്ടികൾക്ക് ഞങ്ങൾക്ക് പൈസ തന്ന തെളിവ് വേണം, അവർ പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. ഇതിനകത്ത് എന്തുകൊണ്ടാണ് ഞാൻ പലപ്പോഴും ഒരു ഒത്തുതീർപ്പിന് പോകും കിട്ടുന്ന പൈസ വാങ്ങിക്കുന്ന പറയാൻ കാര്യം, നോട്ടപ്പശക്ക് മകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു. എൻ്റെ കാരണം, ഇവിടെ കല്യാണം കഴിക്കുന്നത് വരെ കൃത്യമായിരുന്നു കണക്കുകളും. ഇവിടെ എന്നും സ്റ്റോറി പോകുന്നു, രാവിലെ വൈകുന്നേരം എല്ലാ ബില്ലും മറ്റേ ചെക്ക് ചെയ്യുന്നു. കല്യാണം അതിനുശേഷം ഗർഭിണിയായപ്പോഴത്തേക്കുണ്ടായ ഒരു ഇഷ്യൂ ആണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെ കാരണം. കാരണം അവൾ ഗർഭിണിയായപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു പലതരത്തിലുള്ള ബുദ്ധിമുട്ട്, ഇവൾക്കും അതുപോലെ ബുദ്ധിമുട്ടില്ലേ. 5 മാസത്തോളം ആശുപത്രി വീടുമായിട്ട്. ഇപ്പോൾ ഭർത്താവാണ് IT വർക്ക് ചെയ്യുന്നു, അയാൾക്കും ശ്രദ്ധിക്കാൻ പറ്റും. ഇവരെല്ലാവരും എന്ത് വൈകുന്നേരം എടുത്തിട്ട് മറ്റേ കുട്ടി വിളിക്കും, മറിച്ച് കുട്ടി വിളിക്കും, എന്തായി അവർ കണക്ക് കൊടുക്കുന്നു, ഓക്കെ കഴിഞ്ഞു. ഇതിനപ്പുറം നോക്കിയിട്ടില്ല. എന്നിട്ടും ഇത് കഴിഞ്ഞ് ശരിയായപ്പോൾ സ്റ്റോക്ക് കുറവാന്ന് ഇവർ പറഞ്ഞു. ഇവള് മൈസൂരിലും മറ്റെടുത്ത് ഓരോ സ്ഥലത്ത് പോയി സ്റ്റോക്ക് വാങ്ങിച്ച് ഫില്ല് ചെയ്യുന്നു, വീണ്ടും പൈസ വരുന്നില്ല. അങ്ങനെ ഓഡിറ്ററോട് ചോദിച്ചു എന്തൊരു ഇത് വരുന്നുണ്ട്. ഓഡിറ്റർ വന്ന് നോക്കി കണ്ടെത്തിയപ്പോഴാണ് ഇത് സംഭവം അറിയുന്നത്. അല്ലെങ്കിൽ ഇതിനകത്ത് പോരായ്മകൾ നമ്മുടെ ഭാഗത്തുണ്ട്. പക്ഷേ അത് പറഞ്ഞാലും ക്രൈമാണ്. ഒരു പോരായ്മ ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ ചോദിച്ചു, എനിക്ക് വഴി കിടന്ന് 1 കോടി രൂപ കിട്ടി, അങ്ങ് എടുത്തോണ്ട് പോയാൽ പിടിവീഴും, നമ്മുടേതല്ല. അതുകൊണ്ട് പോരായ്മ നമ്മുടെ ഭാഗത്തുണ്ടെന്ന് പറഞ്ഞാൽ അവർ ചെയ്ത തെറ്റിനെ ന്യായീകരിക്കാൻ പറ്റില്ല. തെറ്റാണ്. നമ്മുടെ നാട്ടിൽ നേരത്തെ പറഞ്ഞില്ലേ, നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുള്ളൊരു നാടാണ്. അപ്പോൾ അവരവരുടെ അഭിപ്രായം, അതായത് ഒരു ആരോപണത്തിൻ്റെ രീതിയിൽ പറയുന്നു. ഞാനിപ്പോൾ നിങ്ങളടുത്ത് പറയുന്നു ഞാനാണ് കേസ് ആദ്യം കൊടുത്തത് പറഞ്ഞാൽ നിങ്ങൾ ചോദിക്കുന്നു തെളിവെടുച്ചാൽ സെക്കൻഡ് ഞാൻ കാണിച്ചിരും, പോലീസിന് റെസീറ്റ് കിട്ടും, ഇതിവിടെ ഇരിക്കുകയാണ്. 2, ഇവർക്ക് എവിടെ വേണം ഏത് തെളിവും കാണിക്കാം. ഇവർക്ക് എന്ത് തെളിവാണ് ഇന്ന് അതിനകത്ത് അവർ കാണിച്ചത്? ആരോപണം ഉന്നയിച്ചല്ലാതെ ആകെ ഒരു റെക്കോർഡ് സംഭവം എൻ്റെ ശബ്ദം കേൾപ്പിക്കാൻ പറ്റും, ഞാൻ അടുത്ത് സംസാരിക്കുന്നു. അതല്ലാതെ എന്ത് തെളിവ് അവർ കാണിച്ചു? നിങ്ങളുടെ ടാക്സ് എന്ന് പറയുന്നത് ഞങ്ങൾക്കറിയാം, ഞങ്ങളുടെ ടാക്സ് അടച്ച പേപ്പേഴ്സിൽ കൊണ്ട് ഇനിയിപ്പോൾ കൊടുക്കാൻ പോകുന്ന ആരാ പറയും? ഇവർ ഈ പൈസ ഒന്നുമില്ലേ, ഇവർ ടാക്സ് അടയ്ക്കേണ്ടി വരും. ഞങ്ങൾ അടച്ചിട്ട് ഞങ്ങൾക്ക് കുഴപ്പമില്ല, ഞങ്ങൾക്ക് എല്ലാ മാസവും അടഞ്ഞു പോകുന്നതാണ്. അതുകൊണ്ട് ഈ എടുത്തെറിയുമ്പോൾ ആലോചിച്ചിട്ട് തിരിഞ്ഞു വന്ന് കൊത്തും. നമ്മളൊന്നിനും പോകുന്നില്ല, നമ്മൾ നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകും. കാരണം അവരൊത്തുതീർപ്പിനുള്ള വഴി അടച്ചു. ഇവരല്ല, ഇവർ വാങ്ങാൻ പിടിച്ച പിള്ളേരാണ്. ഈ പിള്ളേർ നമ്മളായിട്ട് ഭയങ്കര കൂട്ടായിരുന്നു. ഈ കുട്ടികൾക്ക് ഇതിനെപ്പറ്റിയുള്ള അറിവൊന്നുമില്ല. ഇന്ന് തന്നെ കുട്ടികൾ അറിയാതെ പറഞ്ഞു, ഞങ്ങളെ അഡ്വക്കേറ്റ് പറഞ്ഞാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. അപ്പോൾ ആലോചിക്കും, അതുപോലും പറയാൻ പാടില്ലെന്ന് നമുക്കറിയില്ല. അപ്പം അതിൽ തെറ്റില്ല. കാരണം വെച്ചാൽ ആർക്കോ കുറച്ച് വരുമാനം കിട്ടും, ഇവരുടെ കയ്യിൽ കുറച്ച് പൈസ നമ്മുടെ ഇരിപ്പുണ്ട്, അത് തീരുന്നവരെയുള്ള അഭ്യാസം നടക്കത്തും. നിത്യം അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിച്ചിരിക്കില്ല. 100ഓളം കോളുകളുണ്ട്, എല്ലാത്തിൻ്റെയും റെക്കോർഡ്സ് ഉണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് മോള് ഇത് കുറേയധികം പോയി നടഞ്ഞപ്പോഴത്തേക്ക് QR കോഡ് മാറിയപ്പോൾ ഇവിടെ എന്ത് ചെയ്തു, ഈ ഇൻസ്റ്റയ്ക്കകത്തൊരു സ്റ്റോറി ഇട്ടു, എൻ്റെ സ്ഥാപനത്തിൽ ഇങ്ങനെ കുറേ ഇത് നടന്നതായിട്ട് അറിയുന്നു, നിങ്ങൾ ആരെങ്കിലും OBOC അല്ലാതെ വേറെ എന്തെങ്കിലും QR കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കണം. ഇവിടെ അയച്ച 5 6 വരുന്നത് 100 കണക്കിന്. ഇന്നിപ്പോൾ ഈ ചാനൽ ഇത് വന്നപ്പോൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന ഫോൺ കോളുകൾ മാത്രം, അതിൽ പലരും പറഞ്ഞു ഞങ്ങൾ വന്ന് കേസ് കൊടുക്കുന്നു. ഇതിലൊരു ഉയർന്ന ഉദ്യോഗസ്ഥരുണ്ട്. ഇത് ഇവർ തന്നെ കുടത്തിയും തുറന്നു വിട്ടത്. നിങ്ങൾ ആലോചിക്കണം, പണം നഷ്ടപ്പെട്ട ആളെ അകത്താക്കാനുള്ള നടപടി, കട്ടവർക്കെതിരെ ഇതുവരെ ഒരു നടപടി എടുത്തിട്ടില്ല. നിങ്ങൾ നോക്ക്, നിങ്ങൾ എവിടെയും കേട്ടോ അവർക്കെതിരെ നടപടി എടുത്തിട്ട്? ഇപ്പം നമുക്കെതിരെ നടപടി, ഇതെന്താന്ന് പിടി ഒരു പിടിയും കിട്ടും. അല്ലെങ്കിൽ ഇവരെ അധിക്ഷേപിച്ചെങ്കിൽ ഇവരെന്തുകൊണ്ടാണ് പോകാറുണ്ട്? അവർക്ക് എപ്പോഴാണോ വീട്ടിൽ പോകും? എന്തിനാ ജോലിക്കൊന്ന് ഇപ്പം ഈ 3 പോയില്ലേ? ഇവർക്ക് വേണേൽ എപ്പോഴേ പോക്കൂടി. അങ്ങനെ വല്ല പ്രഷർ ഉണ്ടെങ്കിൽ, അപ്പോൾ ഈ പൈസ കിട്ടുന്നതുകൊണ്ട് പോകാറുന്നതാണ്. പ്രഷറുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ പീഡിപ്പിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും അവരെന്താ ഇതുവരെ പരാതിപ്പെടാത്തത്? അവരെന്താ കേസ് കൊടുക്കാത്തത്? അവരെന്താ പോകാത്തത്? ആലോചിച്ച് നോക്കൂ. ഇവിടെ ആരും പിടിച്ചു വെച്ചിട്ടില്ല. അപ്പോൾ ഇത് തന്നെ ആയിരിക്കുമല്ലോ. അതിനുശേഷമാണ് ഇവർക്ക് സംസാരിച്ചത്. അതായത് സ്ഥിരമായിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു 500 രൂപ 1000 രൂപ കാണാനില്ല. അപ്പോഴൊക്കെ ഇവരെ ചോദിച്ചപ്പോൾ ഇവർ തന്നെ പറഞ്ഞു വണ്ടിക്ക് പെട്രോൾ അടിക്കുക എടുത്തു. അപ്പോൾ ഞാൻ ഈ പിള്ളേർക്ക് എപ്പോഴും പറയും, ചെറിയ സംഖ്യകളൊക്കെ ആണെങ്കിൽ അവർ വലിയ ശമ്പളത്തിന് വർക്ക് ചെയ്യുന്നില്ല. അവർക്ക് എല്ലാം കൂടി ചേർത്ത് മറ്റേ ഇൻസെൻറ്റീവ് എല്ലാം കൂടി 15,000 രൂപയാണ് മാസം കിട്ടുന്നത്. ഒരു 15,000 രൂപയ്ക്ക് നമുക്കറിയാം ബുദ്ധിമുട്ടുണ്ട് ജീവിക്കാൻ. അപ്പോൾ എന്ന് വെച്ച് കക്കാൻ നമ്മൾ അവസരം കൊണ്ട് കൊടുക്കില്ല. അത് അങ്ങനെ പെട്രോൾ എടുത്തോളാം, പെട്രോൾ എടുത്ത് വിട്ടുകൊടുത്ത് എന്നോട് പറയുമ്പോൾ
പക്ഷെ 3-ാം തവണയപ്പോൾ ഞാൻ പറഞ്ഞു വിടാം, ഈ പിള്ളേർ ശരിയല്ല, പറഞ്ഞു വിടണം. ഇത് ഞാൻ പറഞ്ഞതാണ്. പക്ഷെ അന്ന് പറഞ്ഞില്ല, ചാൽ ഒരു കുട്ടി ഇപ്പോൾ പ്രസവിച്ചേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളും നമ്മുടെ എല്ലാ ഫംഗ്ഷനും വരുന്നത് എൻ്റെ പിള്ളേർ ദിവസം പറയും. അത് അവരുടെ ഒരു രീതിയാണ്. കാരണം എന്നെപ്പോലെ ഒരു ഇതുണ്ട്, ഞാൻ ഒരാളെ വിശ്വസിച്ചാൽ എനിക്കത് വിശ്വസിക്കുന്നില്ല. പെട്ടെന്ന് ഒരു ആരോപണം കേട്ടാൽ നമുക്ക് മുറിച്ചു വിടാൻ പറ്റില്ല. ഇത് എൻ്റെ ഒരു നേച്ചർ അവൾക്ക് കിട്ടിയിരിക്കുന്നതാണ്. ഇതൊക്കെ നമ്മൾ ന്യായീകരണം, ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊരു ഗുരുതരമായ സംഭവം നടന്നിരിക്കുന്നു. ഇത് കോടതിയിലോട്ട് പോകുമ്പോഴാണ് എന്ത് പറ്റും വെച്ചാൽ സ്വാഭാവികം അവർ ഏറ്റവും നല്ല ലോയറെ കൊണ്ടുവരും, ഏറ്റവും വലിയ വകുപ്പുകൾ കൊണ്ടുവരും, എല്ലാം കൊണ്ടുവരും. നമ്മളും അതനുസരിച്ച് പോകും. അവരവരെ തെളിവ് കൊണ്ടുവരും, നമ്മൾ തെളിവ് കൊണ്ടുവരും. അവിടെ ഇമോഷണലായിട്ടൊന്നും വർക്ക് ചെയ്യില്ല. അവിടെ ശാസ്ത്രീയമായ തെളിവുകൾ വെച്ച് മാത്രമേ കോടതിയിൽ വർക്ക് ചെയ്യൂ. പേർക്കെതിരെ ഉണ്ടല്ലോ, എനിക്കത് കൃത്യം ഇത് കിട്ടിയിട്ടില്ല. എനിക്ക് 6-7 പേർക്കെതിരെയാണ് കേസ് കൊണ്ടിരിക്കുന്നത്. എൻ്റെ ഫ്രണ്ട് സന്തോഷ്, എനിക്കത് ഭാര്യയും മക്കളും എല്ലാം കൊണ്ടും തോന്നുന്നു.